മടങ്ങി വരാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക്. VHSE വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡിലേക്ക് +1 ആപ്ലിക്കേഷൻ നൽകിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ നൽകാനുള്ള ഓപ്ഷൻസ് നിലവിൽ വന്നിട്ടുണ്ട്. ഓരോ സ്കൂളിലും നിലവിലുള്ള വാക്കൻസി എത്രയാണ് എന്ന് admission.vhseportal.kerala.gov.in എന്ന അഡ്മിഷൻ സൈറ്റിൽ വാക്കൻസി എന്ന ലിങ്കിൽ നിലവിൽ ഓരോ സ്കൂളിലും എത്ര സീറ്റുകളാണ്, ഏതൊക്കെ സബ്ജക്റ്റിനാണ് എന്ന് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ സ്കൂളിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുക. വിഭിന്നശേഷി അതുപോലെ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നതല്ല. ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഓരോ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ ഏതെങ്കിലും കോഴ്സിലേക്കോ അതേ സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിനോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്ന സ്കൂളിൽ ആ കോഴ്സ് ഇല്ലെങ്കിലും ആ കോഴ്സിനോ അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന സ്കൂളിലോ വാക്കൻസി ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യ സമയത്ത് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുത്തുകൊണ്ട് തന്നെയാണ് ലോഗിൻ ചെയ്യേണ്ടത്. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാക്കൻസി ലിസ്റ്റിൽ ഏതൊക്കെ വാക്കൻസിയാണ് സ്കൂളുകളിൽ ഉള്ളത് എന്നും ഏതൊക്കെ സബ്ജക്റ്റിനാണുള്ളത് എന്നും കൃത്യമായി മനസ്സിലാക്കി അതുവഴി സമർപ്പിച്ച് കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് രക്ഷിതാവും വിദ്യാർത്ഥിയും സൈൻ ചെയ്തതിനു ശേഷം അത് സ്കൂളിൽ സമർപ്പിക്കേണ്ടതാണ്. ട്രാൻസ്ഫർ അപേക്ഷ 20/6/2025 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി സമർപ്പിക്കേണ്ടതുമാണ്. അതുവരെയാണ് അതിൻ്റെ സമയമുള്ളത്. ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിച്ച് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിർബന്ധമായും വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ലഭിച്ച ആ സ്കൂളിലെ ആ കോഴ്സിന് നിർബന്ധമായും അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്.